കോട്ടയം പാലാ നഗരസഭയിലെ UDF ഭരണം പ്രതിസന്ധിയിൽ നിർണായക ഫയലും വാച്ചും പോലീസിനോടൊപ്പം എത്തി കോൺഗ്രസ് കൌൺസിലർ ബിജു മാത്യൂസ് മോഷ്ടിച്ചെന്നാരോപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം പോലീസിൽ പരാതി നൽകി. ബിനു പുളിക്കക്കണ്ടത്തിനെതിരായ പഴയ എയർപോർട്ട് മോഷണ പരാതി ഓർമ്മിപ്പിച്ചായിരുന്നു ചെയർപേഴ്സന് ബിജു മാത്യൂസിന്റെ മറുപടി പറഞ്ഞത്. പാലാ നഗരസഭയിൽ ഭരണ പ്രതിസന്ധിയാണെന്ന് LDF ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തർക്കത്തിനൊടുവിൽ ബിനു പുളിക്കക്കണ്ടം കോൺഗ്രസ് കൌൺസിലർ ബിജു മാത്യൂസിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതി ഉയരുന്നത്. സംഭവത്തിൽ ബിനു പുളിക്കക്കണ്ടത്തിനും സഹോദരനുമെതിരെ പോലീസിൽ ബിജു മാത്യൂസ് പരാതി നൽകുകയും ചെയ്തു. ഇതോടെ UDF ഭരണം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. നേതൃത്വം ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. പിന്നാലെ പ്രധാനപ്പെട്ട ഫയലും വിലപിടിപ്പുള്ള വാച്ചും നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം പോലീസിൽ പരാതി നൽകി. താൻ ഓഫീസിൽ ഇല്ലാതിരുന്ന സമയത്താണ് പോലീസിനൊപ്പം എത്തി ഫയലും വാച്ചും മോഷ്ടിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ഞാൻ വെച്ചിട്ട് പോകുന്നൊരു ഫയലാണ്. അപ്പോൾ ഒരു ഫയൽ നഷ്ടപ്പെട്ടിരുന്നു. അതിനകത്ത് എൻ്റെ ഒരു വാച്ചും ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് വാച്ചെടുക്കാൻ വേണ്ടി എടുത്തായിരിക്കില്ല ആ ഫയൽ. പക്ഷേ എനിക്ക് ആ ഫയലാണ് വേണ്ടത്. എൻ്റെ ഭരണത്തിൽ പിഴവ് വരുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ആ ഫയൽ തിരിച്ചു കിട്ടണം എന്നുള്ള ഇതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. UDFന് തങ്ങളിൽ വിശ്വാസം നഷ്ടമായെന്നത് ബിജു മാത്യുവിന്റെ മാത്രം അഭിപ്രായമാണെന്നും ആരുടെയെങ്കിലും അച്ചാരം വാങ്ങിയാണ് പ്രകോപനമെങ്കിൽ ഒന്നും പറയാനില്ലെന്നും ബിനു പുളിക്കക്കണ്ടം. ആർക്കെങ്കിലും എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി പ്രഖ്യാപിക്കട്ടെ. കേവലം ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ചില പ്രശ്നങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് UDFന്റെ അഭിപ്രായമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് അംഗീകരിച്ചുകൊണ്ട് വ്യക്തി താല്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അഭിമാനം പണയം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും ഞങ്ങൾ തയ്യാറല്ല. മോഷണ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ബിജു മാത്യൂസ് പറഞ്ഞു. പാലായിൽ വികസനം നടക്കുന്നില്ലെന്ന് തുറന്നടിച്ച ബിജു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അവകാശപ്പെട്ടു. നഗരസഭ ജീവനക്കാരനാണ് ഈ റൂം ഏതാണെന്ന് പോലീസ് ചോദിക്കുമ്പോൾ തുറന്നു കൊടുക്കുന്നു. പോലീസുകാർക്കൊപ്പം കയറുന്നു, പോലീസുകാർക്കൊപ്പം തിരിച്ചിറങ്ങുന്നു. എൻ്റെ കാഴ്ചയിൽ ഞാനോ പോലീസുകാരോ അവിടെ ഇരുന്ന നഗരസഭാ ജീവനക്കാരനോ അവിടെ നിന്ന് ഒരു സാധനവും മോഷ്ടിച്ചതായിട്ട് അറിയില്ല. അതിന് തൊട്ട് ശേഷം ഞാൻ താഴോട്ട് ഇറങ്ങുമ്പം ദിയ ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും അതായത് ചെയർപേഴ്സണും ആ മുറിയിലേക്ക് ഓടി കയറുന്നത് കണ്ടു. എന്തോ സാധനം അവർക്ക് എന്തോ കാര്യം അവിടെ എന്തോ അവർക്ക് മാറ്റാനുണ്ടായിരുന്നിരിക്കാം. എന്തോ സാഹചര്യമുണ്ട്. പാലാ നഗരസഭയിൽ മോഷണ പരാതി ഉയരുന്നത് ആദ്യമല്ല. 2024 പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണ കേസിൽ അന്ന് CPIM കൌൺസിലറായിരുന്ന ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൌൺസിലർ ജോസ് ചീരങ്കുഴി ആരോപണമുന്നയിച്ചു. അന്ന് ബിനു പുളിക്കക്കണ്ടത്തെ പ്രതി ചേർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ പഴയ വിഷയം ഓർമ്മപ്പെടുത്തി ബിജു മാത്യൂസിന്റെ ഒളിയമ്പ്. ഈ നഗരസഭയിൽ ഒരു മോഷണം ഇതിന് സമാനമായി നടന്നിട്ടുണ്ട്. ആ മോഷണ കേസിലെ പ്രതി ഈ ബിനു പുളിക്കക്കണ്ടമാണ്. ആ കേസ് നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. സമാന കേസിൽ പ്രതിയായ ആളെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിൽ പോലീസിന് ചെയ്യാനുള്ളത്. അടിയന്തരമായിട്ട് അങ്ങനെ നടക്കട്ടെ. 26-അംഗ കൌൺസിലിൽ LDFന് 12ഉം UDFന് 10ഉം കൌൺസിലർമാരാണുള്ളത്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരുടെ ഉൾപ്പെടെ 4 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് UDF നഗരസഭ ഭരിക്കുന്നത്. ന്യൂസ് മലയാളം, കോട്ടയം.